എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ പ്രഭാതം മുതൽ നാം വിവിധങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. ദീർഘമായ യാത്ര ചെയ്തവരുണ്ടാകാം, ജോലി കാര്യങ്ങൾ ചെയ്ത് ഭവനത്തിലേക്ക് മടങ്ങി വന്നവരുണ്ടാകാം, ഒരുപക്ഷെ നൈറ്റ് ഷിഫ്റ്റിലുള്ള ജോലിക്ക് വേണ്ടി പ്രവേശിച്ചവരുണ്ടാകാം, പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ടാകാം, ഒരുപക്ഷെ രോഗത്താൽ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചവരുണ്ടാകാം, വിവിധ കാരണങ്ങളാൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ടാകാം, യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ വിവിധ നിലകളിൽ ഒരുപക്ഷെ ഭവനത്തിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഒക്കെ ആയിരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. പഴയകാലത്തെ ഒരു സ്ഥിതി അല്ലല്ലോ ഇപ്പോഴുള്ളത്. പഴയകാലത്താണെങ്കിൽ കുടുംബത്തിലെ പുരുഷന്മാരാണ് ജോലിക്കായിട്ട് പോകുന്നത്. അവർ ജോലി കഴിഞ്ഞ് സന്ധ്യാസമയമാകുമ്പോൾ മടങ്ങി വരുന്നു. സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ പഠിക്കാനായി പോയിട്ടുള്ള കുട്ടികൾ സന്ധ്യാസമയമാകുമ്പോൾ അവരും മടങ്ങി വരുന്നു. കുടുംബിനിയായ സഹോദരി, അതായത് വീട്ടമ്മ, ഭവനത്തിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണാദി കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുന്നു. എല്ലാവരും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ക്രിസ്തീയ കുടുംബങ്ങളാണെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം അത്താഴം കഴിക്കുകയും ഒക്കെ ചെയ്ത് കിടക്കയിലേക്ക് പോകുന്നു. ഇതാണ് സാധാരണയായി പഴയകാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. എന്നാൽ ഈ കാലങ്ങളിൽ അതിന് വ്യത്യാസമുണ്ട്. കുടുംബനാഥന്മാരെ പോലെ തന്നെ ഭവനത്തിലെ സ്ത്രീകളും മിക്ക പേരും ജോലി ചെയ്യുന്നവരാണ്. ഒരു പക്ഷേ ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകാം. അങ്ങനെ ജോലി കാര്യങ്ങളിൽ ഏർപ്പെട്ടു വരുന്നത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചുള്ളതായ ഒരു കുടുംബ സദസ്സ് ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും ആ ഭവനത്തിലെ പ്രാർത്ഥനയുമൊക്കെ അപ്പനും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നാണെങ്കിലും മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകുന്ന ക്രിസ്തീയ ഭവനങ്ങളാണ് ഭൂരിഭാഗവും. എന്തൊക്കെയായിരുന്നാലും ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ളതായ ഒരു സമയമാണ്. ഒരു കുടുംബ സദസ്സ് എപ്പോഴും അനിവാര്യമാണ്. ആ കുടുംബത്തിലെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനും പരസ്പരം അറിയിക്കാനും ഉള്ളതായ പ്രതിബദ്ധത എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് ചെയ്തു വന്നിരുന്നത് പോലെ സന്ധ്യ കഴിയുന്ന സമയത്ത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് പാട്ടുപാടി തിരുവെഴുത്ത് വായിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് അത്താഴം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നതായ പഴയകാലത്തിൻ്റെ തനിയാവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഈ സന്ധ്യ കഴിഞ്ഞ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലുള്ളതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രഭാതം മുതൽ നാം ഏർപ്പെട്ടതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ കാര്യങ്ങൾ. നാം എന്തൊക്കെയാണ് സംസാരിച്ചത്, നാം ആരോടൊക്കെയാണ് ഇടപെട്ടത്, നമ്മുടെ ജോലി കാര്യങ്ങളിലുണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ പണപരമായ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളതായ ചിന്താകുലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നൊരു സമയമാണിത്. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതുമൂലം നാം സന്തോഷചിത്തരായി തീരുന്ന ഒരു സമയം കൂടെയാണ് ഈ സന്ധ്യ കഴിഞ്ഞ സമയം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും വിവിധങ്ങളായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നതായ ഒരു സമയമാണ് ഈ സന്ധ്യ കഴിഞ്ഞ സമയം. പ്രത്യേകിച്ച് പകൽ നാം ഏർപ്പെട്ടതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനേക ചിന്തകളിലൂടെ നാം കടന്നു പോകുന്ന ഒരു സമയം കൂടെയാണല്ലോ ഈ സന്ധ്യ കഴിഞ്ഞുള്ളതായ സമയം. ഒരു സന്ധ്യാസമയത്ത് ശിഷ്യന്മാർ ചെയ്തതായ കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Then the apostles gathered to Jesus and told him all things, both what they had done and what they had taught. അതായത് മലയാളത്തിൽ അതിങ്ങനെയാണ്: പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു എന്നെഴുതിയിരിക്കുന്നു. കഴിഞ്ഞ പകലിൽ അവർ ജനങ്ങളോട് എന്തെല്ലാമാണോ ഉപദേശിച്ചത്, അവർ എന്തെല്ലാമാണോ ചെയ്തത്, അതെല്ലാം കർത്താവിനോട് അവരറിയിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്നതായ ഒരു പദപ്രയോഗമുണ്ട്. ചെയ്തതും ഉപദേശിച്ചതും എല്ലാം കർത്താവിനെ അറിയിച്ചു എന്നാണ്. വാട്ട് ദേ ഹാഡ് ടോട്ട് ആൻഡ് വാട്ട് ദേ ഹാഡ് ഡൺ. അവർ ചെയ്തതും ഉപദേശിച്ചതും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്ന പദപ്രയോഗവും ഇതുതന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഡോക്ടർ ലൂക്ക് എഴുതിയിരിക്കുന്നത് എന്താണ്?
അവിടുന്ന് ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് നിർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതും ഉപദേശിച്ചതും, അവിടുന്ന് ചെയ്തത് തന്നെ അവിടുന്ന് ഉപദേശിച്ചു, ഉപദേശിച്ചത് അവിടുന്ന് ചെയ്തു. ചെയ്തതും ഉപദേശിച്ചതും ഒന്ന് തന്നെയായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും അതുതന്നെയാണ് അനുവർത്തിച്ചത് എന്ന് കാണുവാൻ കഴിയും. ചെയ്തത് തന്നെ ഉപദേശിച്ചു, ഉപദേശിച്ചത് തന്നെ ചെയ്തു. They taught what they had done. They did what they had taught. ഇനി ഇന്നത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചാലോ? ചെയ്യുന്നതും ഉപദേശിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തീയ കോളത്തിൽ 99% നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ചെയ്യുന്നതും ഉപദേശിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു നില. ശരിയല്ലേ പ്രിയമുള്ളവരെ? ദൈവം നമ്മെ സ്നേഹിച്ചതിനെപ്പറ്റിയും നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിനെപ്പറ്റിയും ഒക്കെ നാം വാതോരാതെ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ എത്രമാത്രം നമുക്കതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നാം ചെയ്യുന്നതും ഉപദേശിക്കുന്നതും രണ്ടും രണ്ടായി പോകുന്നു എന്ന് കാണുവാൻ കഴിയുന്നത്. നാം വായിച്ച വേദഭാഗത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമായിട്ടുണ്ട്. അവർ എല്ലാം കർത്താവിനോട് വന്ന് പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ ചെയ്ത കാര്യങ്ങൾ, ഉപദേശിച്ച കാര്യങ്ങളെല്ലാം കർത്താവിനോട് ഈ സന്ധ്യാസമയത്ത് വന്ന് അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമുക്കും എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പറയാനുള്ള ഒരു സമയമായിട്ട് ഇത് നമ്മുടെ മുൻപാകെ ഇരിക്കുന്നു. ഈ കഴിഞ്ഞ പകലിലുണ്ടായ എല്ലാ കാര്യങ്ങളും, പ്രഭാതം മുതൽ നാം ഏർപ്പെട്ടതായ എല്ലാ കാര്യങ്ങൾ, നാം ചെയ്തതായ കാര്യങ്ങൾ, നാം ഉപദേശിച്ചതായ കാര്യങ്ങൾ, നാം ഏർപ്പെട്ട സകല കാര്യങ്ങളും കർത്താവിനോട് അറിയിക്കാനുള്ള ഒരു സമയമായിട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാ കാര്യങ്ങളും കർത്താവിനോട് അറിയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാരണം അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലെ സകല വിചാരങ്ങളും അവിടുന്ന് അറിയുന്നവനാണ്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്തിരുന്ന് ഗ്രഹിക്കുന്നവനാണ്, സമസ്ത കാര്യങ്ങളും അറിയുന്നവനാണ്. അതുകൊണ്ട് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം കർത്താവിനോട് അറിയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഇന്ന് രാത്രിയിൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും നമ്മുടെ സകല കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതിനുശേഷം സ്വസ്ഥമായി വിശ്രമിച്ച് നാളെ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും സുഖകരമായ നിദ്ര ലഭിക്കുവാൻ ഇടയാകട്ടെ. ശുഭരാത്രി ആശംസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ രാത്രി കാലത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, അവിടെവിടങ്ങളിലായി ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ അവിടുത്തെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ കാവൽ ചെയ്യണമേ. ഇന്ന് രാവിലെ മുതൽ കർത്താവെ, ഈ സമയം വരെയും അവിടുന്ന് ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏർപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും അവിടുത്തോട് അറിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നും മറച്ചു വയ്ക്കാതെ കർത്താവ് എല്ലാം അവിടുത്തെ മുൻപാകെ പറയുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. എല്ലാവർക്കും സുഖകരമായ നിദ്ര നൽകിയാട്ടെ. അനിഷ്ട സംഭവങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ ഒന്നും ഞങ്ങളുടെ ദേശത്തോ ഞങ്ങൾക്കോ ഭവിക്കാതെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. സുരലോക സുഖം വെടിഞ്ഞു